ഇതിനകത്ത് തന്നെ അറിയാൻ പറ്റും. 2025-ന്റെ വിഗ്നെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് റിപ്പബ്ലിക് ഓസ്റ്ററൈ. സ്വിറ്റ്സർലൻഡിന്റെ ബോർഡറാണ്. തഴുകുന്ന മലനിരകൾ. അപ്പോൾ നിങ്ങൾ കണ്ടോണം, ഓട്ടോമാറ്റിക് ആയിട്ട്. അതുപോലെ തന്നെ ഇതാ ഇത്തന്നെ ഞെക്കി കഴിഞ്ഞാൽ വെള്ളം വരും. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു യാത്രയ്ക്ക് പോവാണ്. ഞങ്ങളിപ്പം ഇറ്റലിയിലെ മിലാൻ എന്ന് പറഞ്ഞ സിറ്റിയിലോട്ടാണ് പോകുന്നത്. 7 മണിക്കൂർ എടുക്കും. പിന്നെ ഇടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ എടുക്കുമ്പോൾ എല്ലാം കൂടെ ഒരു 9-10 മണിക്കൂറിൽ ഞങ്ങൾ എത്തുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് ടണലിൽ കൂടെ നമുക്ക് പോകേണ്ടി വരും. ഞങ്ങൾ സ്വിറ്റ്സർലൻഡ് വഴിയാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഓസ്ട്രിയ വഴിയും നമുക്ക് പോവാം. അപ്പം സ്വിറ്റ്സർലൻഡ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്വിറ്റ്സർലൻഡ് വഴിയാണ് പോകുന്നത്. ഇവിടെ 2 പേര് നല്ല ഒന്നാന്തര ഉറക്കമാണ്. നമ്മൾ ജർമ്മനിയിൽ എപ്പം യാത്രയ്ക്ക് പോയാലും, അത് ഏത് സീസൺ ആയാലും, എവിടെയെങ്കിലും ഒക്കെ റോഡ് കൺസ്ട്രക്ഷൻ ഉണ്ട്. നമ്മൾ വിചാരിക്കും ഈ പണിഞ്ഞ റോഡ് തന്നെ വീണ്ടും അവർ കുത്തിപ്പൊളിച്ചിട്ട് പുതിയ റോഡ് പണിയുവാണോ. ജർമ്മൻകാർ ഫുള്ള് റോഡിലാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ വണ്ടിക്ക് ഇപ്പം 14% ചാർജ് ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇനി അടുത്തൊരു ചാർജിങ് സ്റ്റേഷൻ്റെ അഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അത് ഇവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യും. ഇപ്പം ഞങ്ങളൊരു ടെസ്ല സൂപ്പർ ചാർജറിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് ഇതിനകത്ത് തന്നെ അറിയാൻ പറ്റും എന്തെല്ലാം റെസ്റ്റോറൻറ്റുകളോ ഷോപ്പിംഗ് സെൻറ്റേഴ്സോ. അപ്പോൾ നമുക്ക് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കഴിക്കാനോ എന്തെങ്കിലും പോവാം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് മാക്ഡൊണാൾഡ്സ് കാണിക്കുന്നുണ്ട്. ഇവിടാണ് ഗൈസ്, ആകെ തെറ്റിപ്പോയി. ചാർജേഴ്സ് ടെസ്ലയുടെ ഞങ്ങൾക്ക് ഇവിടെ ചാർജ് ചെയ്യണം. ഇഷ്ടം പോലെ വണ്ടികൾ ചാർജ് ചെയ്യാൻ ഇട്ടേക്കുന്നു. ചാർജ് ചെയ്യാൻ കുത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ പറയുന്നുണ്ട് 1 hour എടുക്കുമെന്നാണ് പറയുന്നത് ഇത് ചാർജ് ചെയ്യാൻ. 12% ആണ് ഇപ്പോൾ ഉള്ളത്. കയറിയപ്പോൾ അത്ര തണുപ്പില്ലായിരുന്നെങ്കിലും ഇപ്പം നല്ല തണുപ്പുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പം ഞങ്ങൾ ജാക്കറ്റൊക്കെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് മക്ഡൊണാൾഡ്സിലോട്ട് പോയാലോ. കാറ് ഇപ്പോൾ ഓൾമോസ്റ്റ് 80%ഓളം ചാർജ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു. കഴിച്ചു കഴിഞ്ഞു, വണ്ടി ചാർജുമായി. എപ്പോഴും അമ്മനെ അടിക്കണം ഗൈസ്. മഞ്ഞ കാറ് കണ്ട അടിക്കണം പോലും. നമ്മളും ഒറ്റമൈനെ കണ്ടാലെന്ന് ഒക്കെ പറഞ്ഞാൽ അടി കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ എന്തോ ആചാരമാണിത്. അങ്ങനെ ഞങ്ങൾ ചാർജിങ്ങിൻ്റെ അവിടെ നിന്ന് വിട്ടു. ഇനി ഞങ്ങൾക്ക് വിഗ്നെറ്റ് വാങ്ങിക്കണം. വിഗ്നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈവേ, ഓസ്ട്രിയൻ ഹൈവേയും സ്വിറ്റ്സർലൻഡ് ഹൈവേയും കയറുന്നുണ്ട്. അപ്പം അവിടെ നമുക്ക് ടോൾ റോഡ്സ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വിഗ്നെറ്റ് വാങ്ങിക്കണം. ആ വിഗ്നെറ്റ് ഇല്ലാതെ നമുക്ക് ആ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കിട്ടും. ഞങ്ങളുടെ കാറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇത് സ്വിറ്റ്സർലൻഡ് വിഗ്നെറ്റ് ആണ്. പക്ഷേ ഇത് 23 ആണെന്ന് വെച്ചാൽ ഞങ്ങൾ 2023-ൽ സ്വിറ്റ്സർലൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 വർഷത്തേക്കുള്ള വിഗ്നെറ്റാണ്. ആ വർഷം നമുക്ക് ഈ വിഗ്നെറ്റ് കൊണ്ട് സ്വിറ്റ്സർലൻഡിൽ പോവാം. 2025-ന്റെ വിഗ്നെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 45 euro ആണ് ഈ 1 വർഷത്തേക്കുള്ള ഈ വിഗ്നെറ്റിൻ്റെ വില. അപ്പം ഇത് നമ്മളിപ്പം അകത്തു നിന്നാണ് ഒട്ടിക്കേണ്ടത്. ഇപ്പം നമ്മുടെ കാറിൽ ഇത് ഒട്ടിക്കും. പിന്നെ കുറേ ലെയേഴ്സ് പോലുണ്ട്. അപ്പം ഈ സ്റ്റിക്ക് ചെയ്യുന്ന സാധനം നമുക്ക് സൂക്ഷിച്ചൊട്ടിക്കണം. അകത്തൂടെ ഇങ്ങനെ ഒട്ടിക്കാം. നമ്മളിപ്പം ഓസ്ട്രിയയിലോട്ട് കയറുകയാണ്. ഇതുണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് റിപ്പബ്ലിക് ഓസ്റ്ററൈ. ഇനിയിപ്പം എല്ലാത്തിനും കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ ജർമ്മനിയിലെ പോലെ തന്നെ ബ്ലൂ ബോർഡാണ്, പക്ഷെ എന്നാലും അതിൻ്റെ എഴുത്തും വലിപ്പവും എല്ലാം ഇനിയും വ്യത്യാസമാണ്. പക്ഷെ ഇവിടെയും ജർമ്മനാണ് ഒഫീഷ്യൽ ലാംഗ്വേജ്. സ്വിറ്റ്സർലൻഡിന്റെ ബോർഡറാണ്. ഇതുണ്ട് അവരുടെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്.
സ്വിറ്റ്സർലൻഡിൻ്റെ. ഈ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഉള്ള റോഡിൽ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മുടെ ജർമ്മനിയുടെ കൂട്ടല്ല, ഇവിടെ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. 120 ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. ഹയസ്റ്റ് സ്പീഡ് 120. നമുക്ക് ജർമ്മനിയിലാണെങ്കിൽ സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത ഒത്തിരി റോഡുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഓസ്ട്രിയയും സ്വിറ്റ്സർലൻഡും മാത്രമേ നമ്മൾ ആ ബോർഡറിലേക്ക് എത്തുക. ശരിക്കും പറഞ്ഞാൽ ബോർഡർ നമ്മൾ അത് മാത്രമേ ക്രോസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ലിഹ്റ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞ കൺട്രിയിലോട്ട് പോകാൻ പറ്റും. അത് ലോകത്തിലേക്കും ചെറിയ കൺട്രികളിൽ ഒന്നാണ്. നമുക്ക് ഇതുവഴി പോകുമ്പോൾ നമുക്ക് നല്ല സാഹിത്യമൊക്കെ വരും. മേഘങ്ങൾ തഴുകുന്ന മലനിരകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ തഴുകി ഉറക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അത്ര മനോഹരമായിട്ടുള്ള റോഡുകളാണ്, നല്ല വ്യൂ ആണ്. ഇതാണ് സ്വിറ്റ്സർലൻഡിലെ ട്രെയിൻ. നമ്മൾ പറഞ്ഞ സമയത്തൊക്കെ തന്നെ എത്തുമെന്തോ. ഇവിടെ ട്രാഫിക് ആയിട്ടുണ്ട്. ഇനി എത്ര നേരം ഇവിടെ കിടക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല. ഗൈസ്, ഇപ്പം ഇത് നമ്മൾ സ്വിറ്റ്സർലൻഡിലാണല്ലോ. അപ്പം ഞങ്ങളിവിടെ പാർക്കിങ്ങിലൊന്ന് വണ്ടി നിർത്തി. കാരണം ഇനി ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛന് ഉറക്കം വരുന്നു. അപ്പം ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ നിർത്തി. അപ്പം ഇവിടെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ടോയ്ലറ്റ് കണ്ടപ്പോൾ. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടെ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച്. ഇവിടെ ആണിനും പെണ്ണിനും പോവാം. ഇത് ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കുള്ളതാണ്. ബാക്കി ഇവിടെ ഇത്രയും ടോയ്ലറ്റ് ഉണ്ട്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആർക്ക് വേണേലും കയറാം. ഈ ഗ്രീൻ ഇതിപ്പം ഓൾറെഡി ഒരാളുണ്ട് ഇതിൽ, അതുകൊണ്ട് റെഡാണ്. ഇവിടെ ഗ്രീനാണ്. അപ്പം ഞാൻ ഇത് നിങ്ങളെ ഒന്ന് തുറന്ന് കാണിക്കാം. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. അത്യാവശ്യം നല്ല ക്ലീനാണ്. ഇവിടെ ടോയ്ലറ്റ് പേപ്പറൊക്കെ താഴെ കുറച്ച് കിടപ്പുണ്ട്, എന്നാലും ഒരു നാറ്റമോ ഒന്നുമില്ല. നല്ല ക്ലീനായിട്ടുള്ളൊരു ടോയ്ലറ്റാണ്. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കിത് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതുണ്ടല്ലോ, ഇതിൽ പിടിച്ചിട്ട് നമുക്കിത് താഴെ വയ്ക്കാം. എന്നിട്ടാണ് നമ്മൾ ഇതിൽ ഇരിക്കുന്നത്. എന്നിട്ട് ടോയ്ലറ്റിൽ പോയി കഴിയുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഇത് തന്നെത്താനെ മേളിലോട്ടാവേ. അപ്പോൾ നിങ്ങൾ കണ്ടോണം, ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലഷ്. ഈ സീറ്റ് മേളിലോട്ടാവുമ്പോൾ തന്നെ ഫ്ലഷ് ഇവിടെ ഓണാവും. അതുപോലെ തന്നെ ഇതാണ് സോപ്പ്. ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് എടുക്കാം. അതുപോലെ തന്നെ ഇതിൽ ഞെക്കിക്കഴിഞ്ഞാൽ വെള്ളം വരും. ഇവിടെ നമുക്ക് സോപ്പ് എടുത്തിട്ട് കൈ കഴുകാം. ആ വെള്ളം അങ്ങോട്ടാണ് പോകുന്നത്. അതിനുശേഷം നമുക്ക് ഹാൻഡ് ഡ്രൈ ചെയ്യാൻ ഇവിടെ ഞെക്കിയ ഇവിടെ നല്ല ചൂട് കാറ്റ് വരും. അപ്പം നമുക്ക് കൈ ഡ്രൈ ചെയ്യാം. ഭയങ്കര എന്താ പറയുക, കോമ്പാക്റ്റാണ്, യൂസ്ഫുള്ളുമാണ്. എല്ലാം ഒരു പൈപ്പിനൊന്നും വേണ്ടി സെപ്പറേറ്റ് ഒരു വാഷ് ബേസിനോ ഒന്നുമില്ല. എല്ലാം ഇവിടെ തന്നെ. പക്ഷേ ക്ലീനാണ് കേട്ടോ, നല്ല ക്ലീനാണ്. നോർമലി നമുക്ക് ഈ പുറത്തൊക്കെ പോകുമ്പം ടോയ്ലറ്റിൽ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം. പക്ഷേ ഇത് സൂപ്പറാണ് കേട്ടോ, നല്ല ക്ലീനാണ്. ഇനിയിപ്പം ഞാനിത് ലോക്ക് തുറക്കുമ്പോഴും വീണ്ടും ഇവിടെ ഫ്ലഷ് ഒന്നുകൂടെ ഓണായി. അടിപൊളിയായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഹൈവേയിലൊക്കെ ജർമ്മനിയിലും ഒക്കെ പോയിട്ടുണ്ട് ബാത്റൂമിൽ. പക്ഷേ ചിലയിടത്തൊന്നും അത്ര വൃത്തിയില്ല. എന്നാലും നമ്മുടെ നാട്ടിനെയൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ നല്ല വൃത്തിയാണ്. എന്നാലും എനിക്ക് പൊതുവേ അങ്ങനത്തെ പബ്ലിക് ടോയ്ലറ്റിൽ പോകാൻ ഇഷ്ടമല്ല. പക്ഷേ ഇത് എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ കയറിയപ്പം നല്ല ക്ലീനാണ്, കോമ്പാക്റ്റുമാണ്, അടിപൊളി. എന്നാൽ ഇനി ഞാനാണ് ഓടിക്കുന്നത്. എൻ്റെ മോനാണ് എനിക്ക് എല്ലാം റോഡൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു തരണേ ചൂസേ. ഓക്കെ, അപ്പോൾ നമുക്ക് പോയാലോ.